എഡ്യൂക്കേഷൻ രണ്ട് തരത്തിലാവാം. ഒന്നെങ്കിൽ റെഗുലർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, രണ്ടാമത്തതാണ് ഡിസ്റ്റൻസ് ഓർ ഓൺലൈൻ എഡ്യൂക്കേഷൻ. സോ വാട്ട് ഡു യു സേ അബൌട്ട് ദിസ്? ഡിസ്റ്റൻസും ഓൺലൈനും ഏകദേശം ഒരേപോലെ കാര്യങ്ങൾ തന്നെയാണ്. ലൈക്ക് എസ്പെഷ്യലി അത് ഡിസൈൻ ചെയ്യുന്ന സമയത്തെങ്കിൽ ഓൺലി വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ക്വാളിഫിക്കേഷൻ കിട്ടാനുള്ള ഒരു മെത്തഡായിട്ടാണ് ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് കാലത്ത് പല കുട്ടികളും റെഗുലർ ആയിട്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും അല്ലെങ്കിൽ ഓൺലൈനൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. കുറെ സ്ഥലങ്ങളിലൊക്കെ കുറെ കോഴ്സുകളൊക്കെ ഇന്ത്യൻ ഗവൺമെന്റ് അതിന്റെ അക്രഡിറ്റേഷനൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ MG യൂണിവേഴ്സിറ്റി അവരൊരു ഓൺലൈൻ ഈ പറഞ്ഞ BComന്റെ കോഴ്സുകൾ നടത്തുന്നുണ്ട്. പിന്നെ ഇഗ്നോ ഇന്ത്യയിലത്തെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. അതിന്റെ സിലബസും വളരെ നല്ല സിലബസ് ആണ്. അവർക്ക് ഇങ്ങനെ വീക്കിലി എല്ലാ ദിവസവും ഒരു ക്ലാസ്സും അവർ നടത്തുന്നുണ്ട്. കുറച്ചും കൂടിയും കേരളത്തിന്റെ സിറ്റുവേഷൻ ശ്രീനാരായണ യൂണിവേഴ്സിറ്റി അവര് നല്ല സിലബസ് ആണ്. വളരെ കോസ്റ്റ് വൈസ് നോക്കുമ്പോൾ വളരെ ചെറിയ കോസ്റ്റിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പാൻ ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഈ സിക്കിം മണിപ്പാൽ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റിയും നല്ല റേറ്റിൽ കൊടുക്കുന്നുണ്ട്. സിലബസ് അത്ര ടഫ് അല്ല. അവരിങ്ങനെ വീക്കിലി അവരും ഓരോ ക്ലാസ്സുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റെഗുലർ ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് പാസ്സാവാൻ പറ്റുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം. ഇൻ കേസ് അവർക്ക് അതിനുള്ള സാഹചര്യമില്ല, അവർ പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഏജിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു, അല്ലെങ്കിൽ അവർ വീട്ടിൻ്റെ അടുത്ത് അതിനുള്ള സാഹചര്യമുള്ള കോളേജുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ യെസ് അവർക്ക് ഡെഫിനറ്റ്ലി ഈ പറയുന്ന ഓൺലൈൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നോക്കാവുന്നതാണ്. അതിൽ തന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് ഈ ഭാരതിയാർ, പോണ്ടിച്ചേരി, അണ്ണാമലൈ പോലത്തെ യൂണിവേഴ്സിറ്റികൾ നമുക്കിത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കോളേജുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിന്റെ റാങ്കിങ് ഒന്ന് നോക്കി വെക്കുക. അതേപോലെ തന്നെ ഈ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് ആ പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയിൽ കോളേജ് തുടങ്ങിയിട്ട് എത്ര കാലമായെന്നും കൂടി നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോപ്പർ ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റും.